ഹായ് ഹലോ നമസ്കാരം. മലയാളി ഫ്രം ഇന്ത്യ ടിജോൺ ജോസ് സംവിധാനം ചെയ്തിരിക്കുന്ന നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി എടുത്തിരിക്കുന്ന ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. 1-ാം തീയതി പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ മികച്ചൊരു ചിത്രമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം തുടക്കം മുതൽ അവസാനം വരെ സമകാലിക പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ്. ജനഗണമന എന്ന സിനിമയ്ക്ക് ശേഷം ടിജോൺ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. തുടക്കം മുതൽ അവസാനം വരെയും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല, അതായത് രാഷ്ട്രീയ മത പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ സിനിമ ചർച്ച ചെയ്തു പോകുന്നത്. നമ്മൾ നേരത്തെ ട്രെയിലറിലും അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള പ്രൊമോ സോങ്ങിലൊക്കെ ഒരുപാട് കോമഡി ചിത്രമാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ കോമഡി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഇട്ടു തരുന്ന ഒരു ചിത്രമാണിത്. കോമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അത്യന്തം ചിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണിത്. എല്ലാ നല്ല സീരിയസ് ആയിട്ടുള്ള സമയങ്ങളിൽ പോലും ചില കോമഡികൾ നല്ലതുപോലെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഈ ചിത്രത്തിൽ നിവിൻ പോളിയുടെ പേര് എന്ന് പറയുന്നത് ഗോപി. അപ്പോൾ ആ ഗോപിയുടെ കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട്. അത് ധ്യാനാണ് ആ റോള് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പ്രവർത്തനങ്ങളും പരിപാടികളുമാണ് ചിത്രത്തിൽ ആദ്യം ഉണ്ടാകുന്നത്. പിന്നീട് അയാൾ വിദേശത്തേക്ക് പോവുകയും ഉണ്ടാകുന്ന അവിടെ വെച്ചിട്ട് ഇയാൾ തിരിച്ചറിയുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് ഈ ചിത്രം ചർച്ച ചെയ്യുന്നത്. മതത്തെയും രാഷ്ട്രീയത്തെയും തമ്മിൽ കലർത്തി മനുഷ്യർ തമ്മിൽ ഒരു വിഭജനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചിത്രത്തിന്റെ പ്രസക്തി വളരെയധികം ഉയർന്നതാണ്. കാരണം കാരണം മറ്റേ കിണറ്റിനുള്ളിലെ തവളയെ പോലെ ആളുകൾ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതെ അകത്ത് നിന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ മാത്രം നോക്കി കാണുന്നത് കൊണ്ട് ഇവിടെ പലരും പല രീതിയിലുള്ള പ്രശ്നങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ കഥാനായകനും ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു മതത്തെ അതിലൂടെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അയാൾക്ക് അതിൽ നിന്നും വേറിട്ടൊരു ചിന്ത വന്നിരിക്കുന്നത് അയാൾ ലോകം കണ്ടപ്പോഴാണ്. പുറത്ത് പോയി നിൽക്കുമ്പോഴാണ്, മറ്റുള്ളവരുമായി സഹകരിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം കുഞ്ഞാണെന്നും നമ്മൾ എത്രത്തോളം ഇടുങ്ങിയ സ്ഥലത്താണ് നിൽക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സഹജീവി സ്നേഹം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മതത്തിനും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പ്രസക്തിയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാന്ന് വിളിച്ചോതുന്ന ഒരു ചിത്രമാണെന്ന് എനിക്ക് ഈ ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി. ഈ ചിത്രത്തിന്റെ ഗാനങ്ങൾ വളരെ നല്ല ഗാനങ്ങളാണ്. അതുപോലെ തന്നെ കേട്ടിരിക്കാനും വളരെ ഇമ്പമുള്ള ഗാനങ്ങളാണ്. പിന്നെ ഒരുപാട് ഫീലിങ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ചിത്രം. നല്ല കാഴ്ചകൾ കാണുന്നുണ്ട്. നല്ല സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മരുഭൂമിയൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവറോൾ ചിത്രം വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഫാമിലിക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ മികച്ചൊരു ചിത്രമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിവിൻ പോളി നല്ല രീതിയിൽ തന്നെ, നിവിൻ പോളിയുടെ എല്ലാ സീനുകളും വളരെ മികച്ചതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അഭിനയമാണെന്ന് തോന്നാതെ ജീവിക്കുന്ന രീതിയിലാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പൊ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു വിശേഷങ്ങൾ നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.